ശ്രീകൃഷ്ണന്റെ ജനനകഥ അറിയാം. പണ്ട് മധുരയിൽ മഹാരാജാവ് കംസൻ വാണിരുന്ന സമയമായിരുന്നു അത്. കംസൻ വളരെ ദുഷ്ടനും നീചനുമായിരുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരിയായ ദേവകിയെയായിരുന്നു. അങ്ങനെ ദേവകിയെ വസുദേവരോടൊപ്പം വിവാഹം കഴിപ്പിച്ചു. കംസൻ തന്നെയായിരുന്നു ഈ രഥത്തിന്റെ സാരഥി. വളരെ സന്തോഷമായി ഇവർ പോകുന്നതിനിടയിൽ ആ അന്തരീക്ഷം അങ്ങ് മാറി. ഇടിമിന്നലും കാറ്റും മഴയുമെല്ലാം. പെട്ടെന്നൊരു അശരീരി കേൾക്കാനായി. നിന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞായിരിക്കും നിന്റെ കാലം. ഇത് കേട്ട് ഭയന്നും ക്രോധിതനുമായ കംസൻ ദേവകിയെ കൊല്ലാൻ വരെ മടിച്ചില്ല. അങ്ങനെ ദേവകിയെയും നന്ദനെയും കാരാഗ്രഹത്തിലടച്ചു. അങ്ങനെ ദേവകിക്ക് ജനിക്കുന്ന ഓരോ മക്കളെയും ദേവകിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് അതിക്രൂരമായാണ് കംസൻ കൊല്ലുന്നത്. അങ്ങനെ 6 മക്കളെയും കൊന്നു. എന്നാൽ 7ാമത്തെ കുഞ്ഞ് ജനിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു എന്ന വാർത്ത കൂടെ ലഭിച്ചു. എന്നാൽ ആ കുഞ്ഞ് ഗോകുലത്തെ രോഹിണിയുടെ വയറ്റിലേക്ക് മാറുകയായിരുന്നു ചെയ്തത്. ആ കുഞ്ഞായിരുന്നു ശ്രീ ബലരാമൻ. ഒരിക്കൽ ദേവകിയുടെയും വസുദേവരുടെയും മുന്നിൽ നാരായണൻ പ്രത്യക്ഷപ്പെട്ടു പറയുകയായിരുന്നു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന 8ാമത്തെ കുഞ്ഞ് ഞാൻ തന്നെയായിരിക്കും. എന്നെ ആരും അറിയാതെ ഗോകുലത്തിൽ നന്ദന്റെയും യശോദയുടെയും പുത്രനാക്കി മാറ്റണം. അങ്ങനെ ദേവകി തന്റെ 8ാമത്തെ കുഞ്ഞിനെയും ജന്മം നൽകി. ആ സമയം എല്ലാ ഭടന്മാരും മയങ്ങി വീണ് വാതിലുകളെല്ലാം തനിയെ തുറക്കുകയും കയ്യിൽ കെട്ടിയിരിക്കുന്ന ചങ്ങലകളെല്ലാം താനെ അഴിയുകയുമായിരുന്നു ചെയ്തത്. ഒരു ചെറിയ കുട്ടയിൽ തന്റെ മകനെ തന്റെ ശിരസിൽ കയറ്റി വെക്കുകയും നല്ല മഴയിൽ നാരായണനെ ശേഷുനാഗം നനയ്ക്കാതെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സുരക്ഷിതമായി ആരും അറിയാതെ ഗോകുലത്തിൽ യശോദയുടെ പെൺകുട്ടിയെ മാറ്റിയെടുക്കുകയും കണ്ണനെ അവിടെ വയ്ക്കുകയും ചെയ്തു. വളരെ വിഷമത്തോടെ വസുദേവർ കാരാഗ്രഹത്തിനുള്ളിലെത്തി. ബാക്കിയെല്ലാം പഴയതുപോലെ ഭടന്മാരെല്ലാവരും ഉണർന്നു. അങ്ങനെ 8ാമത്തെ കുഞ്ഞിന്റെ ശബ്ദം കേട്ട് എല്ലാവരും കംസനെ വിവരമറിയിച്ചു. അങ്ങനെ ക്രൂരമായി ആ കുഞ്ഞിനെ കൊല്ലാനായി ആയുധമെടുത്തു. അങ്ങനെ ആ കുഞ്ഞ് ചോറ്റാനിക്കര അമ്മയായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കംസനോട് പറഞ്ഞു, നിന്റെ കാലൻ ഗോകുലത്ത് യശോദയുടെയും നന്ദന്റെയും മകനായി ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നാരായണന്റെ 8ാമത്തെ അവതാരവും ദേവകിയുടെ 8ാമത്തെ പുത്രനുമായുള്ള ജനനം നടന്നത്. അങ്ങനെ യശോദയുടെയും നന്ദന്റെയും പൊന്നോമനയായി ആ ഗോകുലത്തിൽ വസിച്ചു. രാധേ കൃഷ്ണ.